Activity 18.3 Bijective function. A function which is both on1 and on2 is said to be bijective function. We can make a function one-to-one by restricting its domain, and we can make a function on2 by restricting its codomain. If we define a function to its range, it becomes on2. Codomain ne range ആയിട്ട് എടുക്കണം. Codomain equal to range ആയി കഴിഞ്ഞാൽ function on2 ആയിട്ട് മാറും. From graph of a function, we can easily select a suitable subset of the domain to make it one-to-one. ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഏത് സെറ്റിലാണ് ഫംഗ്ഷൻ 1-1 ആണ്. അപ്പോൾ ആ ഡൊമെയിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആ സെറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡൊമെയിനെ ഏത് സെറ്റിലേക്ക് കൊണ്ടുവന്നാൽ ഫംഗ്ഷൻ 1-1 ആകുന്ന ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പ്രൊസീജിയർ: Consider the function f from R to R defined by f of x equal to x square plus 1. Is it 1-1 or on2? അപ്പോൾ നമുക്കറിയാം x square plus 1 u ഷേപ്പിലാണ് വരുന്നത്. That function is not 1-1, not on2. Draw the graph of above function. Redefine the function by restricting its codomain so that it becomes on2. നമുക്കപ്പോൾ x square plus 1ന്റെ ഗ്രാഫ് വരക്കാം. എന്നിട്ട് അതിൻ്റെ ഡൊമെയിൻ കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അതിനെ 1-1 on2 ആക്കിയിട്ട് മാറ്റാം. ഇൻപുട്ട് ബാറിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കൊടുക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഗ്രാഫ് കിട്ടി. ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1-1 ആൻഡ് നോട്ട് on2. 2നെയും 4ലേക്ക് മാപ്പ് ചെയ്യും, -2നെയും 4ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഇസ് നോട്ട് 1-1 ആൻഡ് ദിസ് നെഗറ്റീവ് നമ്പേഴ്സ് ഇതിൻ്റെ റേഞ്ച് 1 to infinity ആണ്. 1ന് താഴെ വരുന്ന ഏത് y വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനൊന്നും പ്രീ ഇമേജ് ഇല്ല. ഫംഗ്ഷൻ ഇസ് നോട്ട് 1-1, നോട്ട് on2. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ on2 ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോഡ് ഡൊമെയിനെ 1 to infinity, ക്ലോസ്ഡ് അറ്റ് 1, ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി ആ സെറ്റ് എടുക്കണം. കോഡൊമെയിൻ ഈക്വൽ ടു 1 to infinity, ക്ലോസ്ഡ് അറ്റ് 1 ആ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ on2 ആയിട്ട് മാറും. ഇനി ഫംഗ്ഷനെ 1-1 ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ എക്സ് ഈക്വൽ ടു 0 മുതൽ ഇങ്ങോട്ടുള്ള വാല്യൂസ് മാത്രം, എക്സിന് 0 to infinity വരെയുള്ള വാല്യൂസ് കൊടുക്കാം. അതായത് ഗ്രാഫിൻ്റെ ഈ പാർട്ട് മാത്രം എടുക്കാം. ഈ രണ്ട് പാർട്സും വരുന്നത് കൊണ്ടാണ് ഫംഗ്ഷൻ 1-1 അല്ലാതെ ആയി പോകുന്നത്. ഫംഗ്ഷൻ 1-1 ആവാണ്ടിരിക്കാൻ കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പാർട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പാർട്ടും രണ്ട് പാർട്സും വരുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1-1 ആയിട്ട് മാറും. ഇപ്പം നമ്മൾ ഈ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഇല്ല ഈ പാർട്ട് മാത്രം എടുക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കാം. അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ നെയിം എഫ് ആണ്. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയും കൊടുക്കാം. അപ്പോൾ വന്ന ഫംഗ്ഷൻ ജി ആണ്. എഫിനെ ഹൈഡ് ചെയ്ത് വെക്കാം. ഈ ജി ദിസ് ഫംഗ്ഷൻ ഇസ് ബോത്ത് 1-1 ആൻഡ് on2. on2 ആവാൻ കാരണം നമ്മൾ കോഡൊമെയിൻ എടുത്തിരിക്കുന്നത് 1 to infinity ആയതുകൊണ്ടാണ്. സോ ജി മാപ്സ് ഫ്രം 0 infinity to 1 infinity. 0 infinity closed at 0, 1 infinity closed at 1 is both 1-1 and on2. So this function is bijective. So it is invertible. Bijective function is invertible. ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷനെ 1-1 ആക്കി മാറ്റാം. ഫ്രം ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ വി ക്യാൻ സീ ദാറ്റ് ഇഫ് വി റെസ്ട്രിക്ട് ദ ഡൊമെയിൻ ടു 0 infinity ക്ലോസ്ഡ് അറ്റ് 0, the function becomes 1-1. So the function f from 0 infinity closed at 0 to 1 infinity closed at 1 defined by f of x equal to x square plus 1 is a bijection. പ്രൊസീജിയറിൽ പറഞ്ഞ വേറൊരു കാര്യം വെച്ചാൽ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എബോ ഫംഗ്ഷൻ, യൂസ് ഇൻപുട്ട് കമാൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് സ്ക്വയർ പ്ലസ് 1, അല്ലെങ്കിൽ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എഫ് ഓർ ഫംഗ്ഷൻ എഫ്, 0, ഇൻഫിനിറ്റി. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, ഇൻപുട്ട് ബാറിൽ എഫ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഏതെങ്കിലും ഒരു മെത്തഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫിൻ്റെ പകുതി പാർട്ട് വരക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആ പാർട്ടിലെ എഫിൻ്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കമാൻഡാണ് കൊടുക്കേണ്ടത്.
If we define f maps from minus infinity 0 closed at 0 to 1 infinity, then also it becomes a bijection. Draw the graph of this function. നമുക്ക് ഇതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 എടുക്കാം, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 0 എടുക്കാം. ഈ പാർട്ടിൽ വരുന്ന ഫംഗ്ഷന്റെ ഗ്രാഫും എടുക്കാം. f, x less than or equal to 0. This function is both 1, 1 and on2. ഇനി നമ്മൾ ചെയ്യേണ്ടത് restrict domain and codomain of the following functions so that they becomes bijection. Function modulus of x minus 2, x square minus 3x plus 3 modulus of sin x. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുന്ന പോലെ ഡൊമൈനും റേഞ്ചിനെയും റെസ്ട്രിക്റ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2, അബ്സലൂട്ട് എക്സ് മൈനസ് 2. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1, 1, നോട്ട് ഓൺ 2. അപ്പം ഇതിനെ 1, 1 ആക്കാൻ വേണ്ടിയിട്ട് ഈ 2ന്റെ ഇപ്പുറത്തേക്കില്ലേ ഈ പാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷനെ 1, 1 ആക്കി മാറ്റാം. അതുപോലെ ഫംഗ്ഷന്റെ കോഡൊമൈനെ 0 ടു ഇൻഫിനിറ്റി എടുക്കണം. ഇവിടെ y വാല്യൂ 0 ആണ്. ഈ പോയിന്റിൽ y വാല്യൂ 0, മിനിമം y വാല്യൂ 0, റേഞ്ച് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. അപ്പോൾ കോഡൊമൈനെ 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0 എടുക്കണം. ഗ്രാഫിന്റെ ഈ പാർട്ട് മാത്രം എടുക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരുമ്പോൾ ഇല്ല പാർട്ട് മാത്രം എടുക്കാം. അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്ന ഈ പാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1, 1 on 2 ആയിട്ട് മാറും. ഫംഗ്ഷൻ ഇവിടെ പി ആണ്. പി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. Q maps from 2 infinity closed at 2 to 0 infinity closed at 0 is both 1, 1 and on 2. Now next function is x square minus 3x plus 3. ഈ ഫംഗ്ഷൻ 1, 1 അല്ല ഓൺ 2 അല്ല. അപ്പോൾ നമുക്കിതിനെ 1, 1 ഓൺ 2 ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടുത്തെ മിനിമം y വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടുത്തെ ഈ മിനിമം y വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് എക്സ്ട്രീമം ടൂളാണ്. ഒന്നെങ്കിൽ എക്സ്ട്രീമം ടൂൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിക്കണം. ഇപ്പോൾ ഇവിടെ എക്സ്ട്രീമം ടൂൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്ട്രീമം ടൂൾ സെലക്ട് ചെയ്യാം. സെലക്ട് എ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ സെലക്ട് ചെയ്യണം. ഈ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടുത്തെ എക്സ്ട്രീമം വാല്യൂ മിനിമം വാല്യൂ വരുന്നത് ഈ പോയിന്റിലാണ്. ഫംഗ്ഷൻ ടേക്സ് മിനിമം വാല്യൂ അറ്റ് ദ പോയിന്റ് എ. അതായത് ഇവിടെ എക്സ് വാല്യൂ 1.5, y വാല്യൂ 0.75, വൈയുടെ മിനിമം വാല്യൂ 0.75. ഈ ഗ്രാഫിൻ്റെ പേര് R ആണ്. അതുകൊണ്ട് നമ്മളിവിടെ കൊടുക്കേണ്ടത് R, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് കൊടുക്കാം. രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് കൊടുക്കാം. ഇറാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വാല്യൂ ആവണമെന്നില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. അന്നേരം നമ്മൾ എക്സ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഗ്രാഫ് നമുക്ക് കിട്ടും. Now this function is both 1, 1 and on 2. On 2 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 0.75 ടു ഇൻഫിനിറ്റി എടുക്കണം. കോഡൊമൈൻ എടുക്കേണ്ടത് 0.75 ടു ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0.75. ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ എടുത്തു കഴിഞ്ഞാലും ഒരു ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ എടുക്കുക, സെലക്ട് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് -1.9 ടു 0.08 അകത്ത് മിനിമം മാക്സിമം ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഇൻ്റർവെൽ അങ്ങ് മാറ്റി കൊടുക്കാം. -2 ടു 2 എന്ന് കൊടുക്കാം, -2 ടു 4 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എക്സ് ഇസ് 1.5. Graph has minimum when x is equal to 1.5 and the minimum value of y is 0.75.
ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് ഇരിക്കുന്ന മിനിമം മാക്സിമം ആണ് കാണുന്നത്. നമുക്ക് ഈ മിനിമം വാല്യൂ ആണ് വേണ്ടത്. മിനിമം വാല്യൂ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1.5, മിനിമം വാല്യൂ ഓഫ് വൈ ഇസ് 0.75. ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് മോഡുലസ് ഓഫ് സൈൻ എക്സ്, അബ്സൊല്യൂട്ട് സൈൻ എക്സ്. നല്ല ഭംഗിയുള്ള ഗ്രാഫാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ മിനിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് സൈൻ എക്സ് ഇസ് 0, മാക്സിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് സൈൻ എക്സ് ഇസ് 1. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. കോഡൊമൈൻ ആറിന് പകരം നമ്മൾ കോഡൊമൈനെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഓൺ ടു ആയിട്ട് മാറും. ഈ ഫംഗ്ഷന് 1, 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ എക്സിലെ എക്സ് വാല്യൂസിനെ ഒന്ന് മാറ്റിയെടുക്കാം. ഇവിടെ എക്സ് വാല്യൂ 0, 1, 2, 3 എക്സെട്ര എന്നിരിക്കുന്നത്. നമുക്കതിനെ 0, π/2, π, 3, π/2 എക്സെട്ര ആയിട്ട് മാറ്റാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫിക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഗ്രാഫിക്സ് സെലക്ട് ചെയ്യണം, എക്സ് ആക്സിസ് സെലക്ട് ചെയ്യണം, ഡിസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്യണം, ഇവിടെ ആരോ ക്ലിക്ക് ചെയ്തിട്ട് π/2 സെലക്ട് ചെയ്യണം. എക്സ് ആക്സിസിൻ്റെ ഗ്യാപ്പ് മാറിക്കിട്ടും. 0, π/2, π, 3, π/2 ഇതുപോലെ വരും. ഈ ഫംഗ്ഷനെ 1, 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഡൊമെയിൻ എന്തായിരിക്കും? ഇങ്ങനെ വളവ് വരുമ്പോഴാണ് ഫംഗ്ഷൻ 1, 1 അല്ലാതെ ആയി പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഷാർപ്പ് പാർട്ട് ഗ്രാഫിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ എടുക്കേണ്ടത് 0 to π/2 t ഫംഗ്ഷൻ്റെ പേര് t ആണ്. t 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2, 0 to π/2 വരെ ഈ പാർട്ടിൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1, 1 ആയിട്ട് മാറും. ദിസ് ഫംഗ്ഷൻ ഇസ് ബോത്ത് 1, 1 ആൻഡ് ഓൺ ടു. മോഡുലസ് ഓഫ് സൈൻ എക്സ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 0, π/2 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഇസ് ബോത്ത് 1, 1 ആൻഡ് ഓൺ ടു. നമ്മളിനി സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. സൈൻ എക്സ് sin x from R to R is not 1, 1, not on 2. ഇതിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1 ആണ്. അപ്പോൾ നമ്മൾ കോഡൊമൈനെ ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1 എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷനെ ഓൺ ടു ആക്കി മാറ്റാം. ഇനി 1, 1 ആക്കി മാറ്റാൻ ഈ വളവ് വരാത്ത പാർട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ 1, 1 ആക്കാൻ ഏത് ഡൊമൈനാണ് എടുക്കേണ്ടത്? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2, π/2. sin x from closed interval -π/2, π/2 to closed interval -1, 1 is both 1, 1 and on 2. So this function is invertible. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ചാപ്റ്ററിൽ നമ്മൾ ഈ sin x, cos x, tan x നൊക്കെ 1, 1 on 2 ആക്കി മാറ്റും. അങ്ങനെ മാറ്റുന്നത് എങ്ങനെയാണ്? ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ചെറിയ സെറ്റ് എടുക്കണം, റേഞ്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ചെറിയൊരു സെറ്റായിട്ട് എടുക്കണം. പ്രൊസീജിയറിൽ ചോദിച്ചിരിക്കുന്ന വേറൊരു ചോദ്യം, ഫോർ ഈച്ച് ഓഫ് എബോവ് ഫംഗ്ഷൻസ് ഫൈൻഡ് 1 more domain which make them 1 to 1. Draw the corresponding graphs. Activity 18.3 observations. f of x equal to x square plus 1, f from R to R is not 1, 1, not on 2. If the codomain is restricted to 1 to infinity closed at 1, the function becomes on 2, but it is still not 1, 1. If we redefine f from closed interval 0 infinity open at infinity to 1 infinity closed at 1 open at infinity, function becomes both 1, 1 and on 2. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. f from -infinity 0, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ് എടുക്കുന്ന വാല്യൂസ് -infinity to 0 closed at 0 to 1 infinity closed at 1. Okay, this function is both 1, 1 and on 2. ഇതുപോലെയും നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ 3 ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനിനെയും കോഡൊമൈനെയും റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് 1, 1 on 2 ആക്കിയിട്ട് മാറ്റി. മോഡുലസ് ഓഫ് x -2, x square -3x plus 3, മോഡുലസ് ഓഫ് sin x.
നമ്മൾ റെസ്ട്രിക്ട് ചെയ്തെടുക്കേണ്ട ഡൊമെയിൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടുവിന് 2 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 2, റേഞ്ച് 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. കോഡൊമെയിനെ റേഞ്ച് ആയിട്ട് എടുക്കണം. ഫോർ ദിസ് ഫംഗ്ഷൻ, ഫോർ ദ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 3, ഡൊമെയിൻ 1.5 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 1.5, റേഞ്ച് 0.75 infinity closed at 0.75. For modulus of sin x, domain is equal to closed interval 0 pi by 2, range is equal to closed interval 0 1. But now this function is both 1 1 and on 2. Domain ne ee set ആയിട്ട് എടുക്കണം. കോഡൊമെയിൻ ne ഈ സെറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫങ്ഷൻസ് 1 1 on 2 ആയിട്ട് മാറും. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറും. One more domain which makes given function 1 1. Okay, modulus of x minus 2 ഡൊമെയിൻ മൈനസ് ഇൻഫിനിറ്റി 2 ക്ലോസ്ഡ് ആയിട്ട് 2 എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 3ക്ക് ഡൊമെയിൻ മൈനസ് ഇൻഫിനിറ്റി 1.5 ക്ലോസ്ഡ് അറ്റ് 1.5 എടുക്കാം. മോഡുലസ് ഓഫ് സൈൻ എക്സിന് ഡൊമെയിൻ പൈ ബൈ 2 പൈ എടുക്കാം. ഓക്കെ, ഈ ഡൊമെയിൻ്റെ അകത്ത് ഫംഗ്ഷൻ 1 1 ആണ്. നമുക്ക് ചില ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ 1 1 on 2 ആക്കി മാറ്റുന്നത് എങ്ങനെ നോക്കാം. സൈൻ എക്സിന്റെ ഗ്രാഫാണിത്. Sin x from R to R is not 1 1, not on 2. Sin x from R to range എടുക്കണം. Closed interval minus 1 1 is on 2 but not 1 1. ഇപ്പോൾ 1 1 കൂടി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. Closed interval minus pi by 2 pi by 2 എടുക്കണം. Sin x from closed interval minus pi by 2 pi by 2 to closed interval minus 1 1 is both 1 1 and on 2. അതുപോലെ കോസ് എക്സിനെ 1 1 on 2 ആക്കി മാറ്റാൻ ഡൊമെയിൻ എടുക്കേണ്ടത് ക്ലോസ്ഡ് ഇന്റർവൽ 0 പൈ, കോഡൊമെയിൻ എടുക്കേണ്ടത് ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1 1. tan x from r minus set of all x such that x equal to 2n plus 1 pi by 2, n belongs to set to r is on 2 but not 1 1. ഇവിടെ നമ്മൾ ആറിൽ നിന്നും ഈ എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം. കാരണം tan x is equal to sin x by cos x. കോസ് എക്സ് 0 ആവുന്ന പോയിന്റ്സിനെ നമ്മൾ ഡൊമൈനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഈ പോയിന്റ്സിൽ മാത്രമേ ടാൻ എക്സ് ഡിഫൈൻ ചെയ്യപ്പെടുകയുള്ളൂ. ആറിൽ നിന്നും ടാൻ എക്സ് ഡിഫൈൻ ചെയ്യപ്പെടാത്ത പോയിന്റ്സിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ ഡൊമൈൻ ഓഫ് ടാൻ എക്സ്. ഇപ്പോൾ ഈ ഡൊമൈനിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഓപ്പൺ ഇന്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 എടുക്കണം. ഈ ഇന്റർവലിൻ്റെ അകത്ത് ടാൻ എക്സ് 1 1 ആണ്, on 2 ആണ്. Range is equal to R, set of all real numbers. So this function is both 1 1 and on 2. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ 1 1 on 2 ആക്കി മാറ്റേണ്ടത് അത്യാവശ്യമുണ്ട്. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കും. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കി മാറ്റിയ ശേഷമാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ആക്ടിവിറ്റി 18.4 കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. We create an applet to describe the composition of two functions geometrically. രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ആപ്ലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ്റെ ഗ്രാഫ് നമുക്ക് വരക്കാൻ പറ്റും. പ്രൊസീജിയർ: draw the graph of f of x equal to x square and g of x equal to sin x. Draw the line y equal to x. Create a slider A, plot the point AF of A. Draw the line passing through A and parallel to x-axis and plot its point of intersection B with the line y equal to x. Draw the line passing through B and parallel to y-axis and plot its point of intersection C with the graph of the function g. Draw the following lines and take their point of intersection D, passing through A and parallel to y-axis, passing through C and parallel to x-axis. Complete the rectangle ABCD and hide the lines. Write the coordinates of points B, C and D in terms of A. Trace the point D and animate the slider. What does the graph represents? Use locus tool to get clear path. Create input boxes for the function f and g. Following functions are of the form f composite g of x. Identify f and g and use above applet to trace the path of the given functions. First one sin modulus of x, second one e raised to log x. അപ്പോൾ നമുക്ക് പ്രൊസീജിയറിൽ പറഞ്ഞ പോലെ ജിയോജിബ്ര ഫയൽ എടുത്തിട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാനിവിടെ ഓരോ സ്റ്റെപ്സും എങ്ങനെ ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. ആദ്യം ഞാനിവിടെ ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ബാറിൽ എക്സ് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കിട്ടും. അതുപോലെ തന്നെ ഇൻപുട്ട് ബാറിൽ സൈൻ എക്സ് കൊടുക്കണം. സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഉണ്ട്.
അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ബാറിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ കിട്ടും. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂൾ എടുത്തിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ 5, ഇൻക്രിമെന്റ് 0.01. അതിനുശേഷം ഈ കേവിന്റെ മുകളിൽ എക്സ് സ്ക്വയറിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുക്കണം. കേവിന്റെ മുകളിൽ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ പോയിന്റ് മൂവ് ചെയ്യുന്ന പോലെ ഒരു പോയിന്റ് എടുക്കാൻ നമ്മൾ എടുക്കേണ്ട പോയിന്റ് എ എഫ് ഓഫ് എ. എക്സ് കോർഡിനേറ്റ് എ, വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ. എ എന്ന് പറഞ്ഞ പോയിന്റ് എ എഫ് ഓഫ് എ. ഇനി നമ്മൾ വരക്കേണ്ടത് എയിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ലൈനാണ്. എയിലൂടെ പാസ് ചെയ്യണം, വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതിനുശേഷം y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനും ഇപ്പോൾ വരച്ച പെർപെൻഡിക്കുലർ ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ബി നമ്മൾ മാർക്ക് ചെയ്യണം. പോയിന്റ് ഇന്റർസെക്റ്റ് എടുത്തിട്ട് ഇന്റർസെക്റ്റ് ടൂൾ എടുത്തിട്ടാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബിയിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലലായ ലൈന് വരക്കണം. ബിയിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലലായ ലൈന് വരച്ചു. ആ ലൈൻ ജി ഓഫ് എക്സിനെ ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിനെ, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ നമ്മൾ സി ആയിട്ട് എടുക്കും. എയുടെ കോർഡിനേറ്റ്സ് എ എഫ് ഓഫ് എ, എയുടെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ. എയും ബിയും സെയിം ലൈനിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബിയുടെ എക്സ് ആക്സിന് പാരലലായി ഈ ലൈനിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. എയുടെയും ബിയുടെയും വൈ കോർഡിനേറ്റ് സെയിം ആണ്. ബിയുടെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബിയുടെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു വൈ കോർഡിനേറ്റ് ആയിരിക്കും. സോ ബി ഇസ് ദ പോയിന്റ് എഫ് ഓഫ് എ എഫ് ഓഫ് എ. ബിയുടെ എക്സ് കോർഡിനേറ്റ് എഫ് ഓഫ് എ, വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ ആണ്. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റ് ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ബിയുടെ എക്സ് കോർഡിനേറ്റ് ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ് ആണ്. ആ പോയിന്റ് തന്നെയാണ് സിയുടെയും എക്സ് കോർഡിനേറ്റ്. ബിയുടെ എക്സ് കോർഡിനേറ്റ് എഫ് ഓഫ് എ ആയതുകൊണ്ട് സിയുടെ എക്സ് കോർഡിനേറ്റും എഫ് ഓഫ് എ ആണ്. ഇനി എഫ് ഓഫ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ലൈനിന്റെ മുകളിൽ വരുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് എഫ് ഓഫ് എ ആണ്. ഗ്രാഫ് ജി ഓഫ് എക്സിന്റെ ഗ്രാഫാണ്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് എഫ് ഓഫ് എ ജി ഓഫ് എഫ് ഓഫ് എ. സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എഫ് ഓഫ് എ, വൈ കോർഡിനേറ്റ് ജി ഓഫ് എഫ് ഓഫ് എ. ഇനി നമ്മൾ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലലായ ഒരു ലൈന് വരക്കും. അതുപോലെ എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലലായ ലൈന് വരക്കും. ഈ രണ്ട് ലൈൻസിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഡി. ഈ പോയിന്റിന്റെ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എ ആയതുകൊണ്ട് ഡിയുടെ എക്സ് കോർഡിനേറ്റ് എ. ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് സിയുടെ വൈ കോർഡിനേറ്റ് ആണ്. ഈ ലൈനിന്റെ മുകളിൽ വരുന്ന രണ്ട് പോയിന്റ്സ് സെയിം വൈ കോർഡിനേറ്റ് ആയിരിക്കും. ഇപ്പൊ സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ജി ഓഫ് എഫ് ഓഫ് എ. ഇപ്പൊ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് വരുന്നത് ജി ഓഫ് എഫ് ഓഫ് എ. സോ ഡി ഇസ് ദ പോയിന്റ് എ ജി ഓഫ് എഫ് ഓഫ് എ. ഓക്കെ, ഡി ഇസ് ദ പോയിന്റ് എ ജി ഓഫ് എഫ് ഓഫ് എ. ഈ പോയിന്റിനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് കിട്ടും. ഡി എന്ന് പറഞ്ഞ പോയിന്റിന് ട്രേസ് ഓൺ കൊടുക്കണം, സ്ലൈഡറിന് അനിമേഷൻ കൊടുക്കണം. ഈ കിട്ടുന്ന റെഡ് കളറിൽ കാണുന്നത് ജി ഓഫ് എഫ് ഓഫ് എ, അതായത് സൈൻ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണ്. ലോക്കസ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ലോക്കസ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ലോക്കസ് ടൂൾ ഉപയോഗിക്കാം. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ അവിടെ ലോക്കസ്, ആ പോയിന്റിന്റെ ലോക്കസ് കാണാം. ഇതാണ് സൈൻ എക്സ് സ്ക്വയറിന്റെ പാത്താണ് ഈ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ബാറിൽ സൈൻ എക്സ് സ്ക്വയർ കൊടുത്തിട്ടും കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാം. ഇതിപ്പോൾ നമ്മൾ ജോമെട്രിക്കലായിട്ട് കണ്ടുപിടിച്ചതാണ്. സൈൻ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. അതിന്റെ ലോക്കസ് ആണ്
ഡിക്ക് ട്രേസ് ഓൺ കൊടുക്കുമ്പോഴും നമുക്ക് സെയിം ഗ്രാഫ് തന്നെയാണ് കിട്ടുന്നത്. സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് ഡി ട്രേസ് ചെയ്യുന്നത്. നമുക്കൊരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. നമുക്കൊന്നും കൂടി കോമ്പോസിഷൻ എങ്ങനെ വരക്കാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് വരക്കേണ്ടത്. അതിനുശേഷം സൈൻ എക്സിൻ്റെ ഗ്രാഫ്, സൈൻ എക്സ്, എക്സ് സ്ക്വയർ സൈൻ എക്സ് കിട്ടി. ഇനി വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനും കൂടി വേണം. എക്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂൾ എടുക്കാം. എ ഇൻക്രിമെൻറ്റ് 0.01. ഇനി ഈ എഫ് ഓഫ് എക്സിൻ്റെ മുകളിൽ ഒരു പോയിന്റ് വേണം. സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫിലൂടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പോയിന്റ് വേണം. അതിന് നമ്മൾ എടുക്കേണ്ടത് എ എഫ് ഓഫ് എ. എഫ് ഓഫ് എ. ഇനി നമ്മൾ വരക്കേണ്ടത് എയിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ. പെർപെൻഡിക്കുലർ ടൂൾ എടുക്കണം. ക്ലിക്ക് ഓൺ എ, ക്ലിക്ക് ഓൺ വൈ ആക്സിസ്. ഇനി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മാർക്ക് ചെയ്യണം. ഈ പെർപെൻഡിക്കുലർ ലൈനും വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. അതിനുശേഷം ബിയിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ വരക്കണം. ബിയിലൂടെ പാസ് ചെയ്യണം, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ഈ പെർപെൻഡിക്കുലർ ലൈനും ജി ഓഫ് എക്സും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ ലൈനും ജി ഓഫ് എക്സും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ സി. ഇനി സിയിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ, എയിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ലൈൻ, എയിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ വരച്ചു. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഈ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഡി. ഇനി നമ്മൾ ഡിക്കാണ് ട്രേസ് കൊടുക്കുന്നത്. അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡി എന്ന് പറഞ്ഞ പോയിന്റിന് ട്രേസ് ഓൺ കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിവിടെ റെക്റ്റാങ്കിൾ വരക്കാം, പോളിഗണ്ണ് വരക്കാം. എ ബി സി ഡിയിലൂടെ പാസ് ചെയ്യുന്ന പോളിഗണ്ണ് വരക്കാം. വരക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോളിഗൺ എടുക്കുന്നത്. നമുക്ക് ഡി എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം മതി. ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഡിക്ക് ട്രേസ് കൊടുക്കും. സ്ലൈഡറിന് ആനിമേഷൻ കൊടുക്കണം. സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. ആനിമേഷൻ ഓഫ് ചെയ്യാം. കൺട്രോൾ എഫ് കൊടുത്തു കഴിഞ്ഞാൽ ആനിമേഷൻ ക്ലിയർ ആയിട്ട് പോകും. ഇനി നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. എക്സ് ഓക്കെ. ഒരു ഇൻപുട്ട് ബോക്സ് ജി ഓഫ് എക്സിന് വേണം. ജി ലിങ്ക് വിത്ത് ജി ഓഫ് എക്സ്. ഓക്കെ. ഇവിടെ ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ കിട്ടും. നമ്മൾ വരക്കേണ്ട ഫങ്ഷൻസ് സൈൻ മോഡുലസ് ഓഫ് എക്സ്, ഇ റൈസ് ടു ലോഗ് എക്സ്. സൈൻ മോഡുലസ് ഓഫ് എക്സ് അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി സൈൻ എക്സ് എഫ് മോഡുലസ് ഓഫ് എക്സ്. ഇ റൈസ് ടു ലോഗ് എക്സ്, ജി ഇ റൈസ് ടു എക്സ് എഫ് ലോഗ് എക്സ്. നമ്മൾ വരക്കേണ്ടത് സൈൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ്
g of f of x is equal to sine of modulus of x. So g of x is sin x, f of x is modulus of x. ആദ്യത്തെ പ്രോബ്ലം സൈൻ മോഡുലസ് ഓഫ് എക്സ്. സോ ജി ഓഫ് എക്സ് ഇസ് സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് മോഡുലസ് ഓഫ് എക്സ്. സൈൻ മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫാണിത്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇ റൈസ് ടു ലോഗ് എക്സ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ജി ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ്, എഫ് ഓഫ് എക്സ് ലോഗ് എക്സ്, ലോഗ് ടു ദ ബേസ് ഇ. സോ വി ഹാവ് ടു ടേക്ക് എൽ എൻ എക്സ്. ഇൻപുട്ട് ബാറിൽ എൽ എൻ എക്സ് എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലോഗ് എക്സ് ടു ദ ബേസ് ഇ കിട്ടും. ഓക്കെ, ഈ ഗ്രാഫ്, ഈ റെഡിൽ കാണുന്ന ഈ ഗ്രാഫ് എൽ എൻ എക്സിന്റെ ലോഗ് ടു ദ ബേസ് ഇയുടെ ഗ്രാഫാണ്. ബ്ലൂവിൽ കാണുന്നത് ഇ റൈസ് ടു എക്സിന്റെ ഗ്രാഫാണ്. ഇനി കൺട്രോൾ എഫ് കൊടുത്തിട്ട് ട്രേസ് ഒക്കെ അവിടെ ക്ലിയർ ചെയ്യാം. അതിനുശേഷം ആനിമേഷൻ ഓൺ ചെയ്യാം. ജി കോമ്പോസിറ്റ് എഫിന്റെ ഗ്രാഫ് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണ് കിട്ടുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഗ്രാഫ് കിട്ടും. നമ്മളിവിടെ സ്ലൈഡർ 5 വരെ എടുത്തതുകൊണ്ടാണ് ഇവിടുന്ന് ഇവിടം വരെ വരുന്നത്. ഈ പോസിറ്റീവ് പാർട്ടാണ് കിട്ടുന്നത്. ലോഗ് ഇസ് ഡിഫൈൻ ഫോർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. സോ ഈ പോസിറ്റീവ് പാർട്ട് മാത്രം കിട്ടും. ഇ റൈസ് ടു ലോഗ് എക്സ് ഇസ് എക്സ് ബിക്കോസ് ഇ ആൻഡ് ലോഗ് ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇനി നമ്മൾ ലോഗ് ഓഫ് ഇ റൈസ് ടു എക്സ് എടുത്താലും സെയിം ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് തന്നെ കിട്ടും. ഇവിടെ ഇ റൈസ് ടു എക്സ് എടുക്കാം, ഇവിടെ ലോഗ് എക്സ് എന്ന് എടുക്കാം. ട്രേസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എഫ് അടിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അതിനുശേഷം ട്രേസ് ഓൺ ചെയ്യാം. ലോഗ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇസ് എക്സ്. ജി കോമ്പോസിറ്റ് എഫിന്റെ ഗ്രാഫാണ് ജി ലോഗ് എക്സ് എഫ് ഇ റൈസ് ടു എക്സ്. ഈ വരക്കുന്ന ഈ ട്രേസ് ചെയ്യുന്നത് ലോഗ് ഓഫ് ഇ റൈസ് ടു എക്സിന്റെ ഗ്രാഫാണ്. ലോഗ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇസ് എക്സ്. ഇ റൈസ് ടു എക്സ് ഇസ് പോസിറ്റീവ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ഇ റൈസ് ടു എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് ലോഗ് ഇ റൈസ് ടു എക്സ് ഡിഫൈൻ ആകും. ലോഗ് ഇ റൈസ് ടു എക്സ് ഇസ് ഡിഫൈൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. So log of e raised to x is x, x belongs to r. ഇതുപോലെ ഡിഫറെന്റ് ഫങ്ഷൻസ് കൊടുത്തിട്ട് അതിന്റെ ട്രേസ് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. കൺട്രോൾ എഫ് അടിച്ചിട്ട് ട്രേസ് ക്ലിയർ ചെയ്യാം. അതിനുശേഷം ആനിമേഷൻ ഓൺ ചെയ്യാം. ജി ഓഫ് എക്സ് ഇസ് കോസ് എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ. കോസ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണിത്. കോസ് എക്സ് സ്ക്വയർ. ജി ഓഫ് എഫ് ഓഫ് എക്സ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഇനി നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്ത് കോസ് എക്സ് കൊടുക്കാം. ജി ഓഫ് എക്സിന് എക്സ് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ എഫ് അടിച്ചിട്ട് ട്രേസ് ക്ലിയർ ചെയ്തു. ആനിമേഷൻ ഓൺ ചെയ്തു. ജി ഇസ് എക്സ് സ്ക്വയർ, എഫ് ഇസ് കോസ് എക്സ്. എക്സ് ഉള്ള സ്ഥലത്ത് കോസ് എക്സ് എഴുതണം. അതായത് ഈ കിട്ടുന്ന ഗ്രാഫ് കോസ് എക്സ് ഹോൾ സ്ക്വയറിന്റെ ഗ്രാഫാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് കോസ് എക്സ്, ദാറ്റ് ഇസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. കോസ് എക്സ് ഹോൾ സ്ക്വയറിന്റെ ഗ്രാഫാണ് ഗ്രീനിൽ കാണുന്നത്. ആക്ടിവിറ്റി 18.4 ആയിട്ട് ഇതിനെ സേവ് ചെയ്ത് വെക്കാം. ആക്ടിവിറ്റി 18.4ന്റെ ഒബ്സർവേഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. കോർഡിനേറ്റ്സ് ഓഫ് ബി, സി ആൻഡ് ഡി ഇൻ ടേംസ് ഓഫ് എ. ബി ഇസ് എഫ് ഓഫ് എ, എഫ് ഓഫ് എ. സി ഇസ് എഫ് ഓഫ് എ, ജി ഓഫ് എഫ് ഓഫ് എ. D is A, G of f of A. Path traced by D is the graph of sin x square. Okay, x square, f of x, x square എടുത്തു. G of x sin x എടുത്തു. G composite f of x sin x square. Sin modulus of x വരയ്ക്കാൻ sin x നെ g of x ആയിട്ട് എടുക്കണം. Modulus of x നെ
എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കണം. ഇ റൈസ് ടു ലോഗ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഇ റൈസ് ടു എക്സിനെ ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കണം, ലോഗ് എക്സിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കണം. ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, ഇത് ജിയും ഇത് എഫ് ഓഫ് എക്സ് ആണ്. ലാബ് 18-ലെ 4 ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ ചെയ്തു. റൈറ്റ് സൈഡിൽ എയിം കോൺസെപ്റ്റ് പ്രൊസീജിയർ എഴുതണം. നമ്മൾ കണ്ടുപിടിച്ച ഒബ്സർവേഷൻസ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.